നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ക്യാറ്റ് ഇൻ യെല്ലോ. നമ്മള് ബേബിനെല്ലാം കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വെറൈറ്റി ഗെയിമാണ് ക്യാറ്റ് ഇൻ യെല്ലോ. മറ്റേല് കുട്ടിയാണ് മഞ്ഞയെങ്കിൽ ഇതിൽ പൂച്ചയാണ് മഞ്ഞ. മഞ്ഞയാണ് പൂച്ച. അപ്പം ആരോ ഒരു ഓർഡർ കൊണ്ടുവച്ചിട്ട് ബെല്ലടിച്ചിട്ടുണ്ട്. അത് നമ്മളാണ്. ഷിഫ്റ്റ് ടു സ്പ്രിന്റ്. ഓക്കെ, അത് നമ്മളാണ്. ഇത് നമ്മളാണ്. അപ്പൊ നമ്മൾ വന്ന് വാതിൽ തുറക്കണമായിരിക്കും. ഈ ഓർഡർ അങ്ങ് എടുക്കാം. They told us that he chose you. He gets used to a home quickly, and the home gets used to him. Don't leave him in the dark for too long. ഇരുട്ടത്ത് വയ്ക്കില്ലെന്നാണ്. ഇവന് ഭയങ്കര നമ്മളടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഇതിന്റെ ബിസിനസ് ആണെന്ന് തോന്നുന്നു. കുറെ പെട്ടി ഇതാ വേറെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എടുക്കാൻ പറ്റൂല്ലേ? പറ്റില്ല. ഓക്കെ, നമുക്ക് ഇനി ഈ പെട്ടി ഓപ്പൺ ചെയ്ത് കിട്ടി നമ്മുടെ ക്യാറ്റ് ഇൻ യെല്ലോ. അപ്പൊ മാറ്റി കൊണ്ടുവയ്ക്കാനാണ് പറയണത്. ഇതെന്താ കിടന്ന് ആറിനെ? എന്താടാ തൂങ്ങി കിടന്ന് ആറിനെ? ക്യാറ്റ് ഇൻ യെല്ലോ മാറ്റി കൊണ്ടുവയ്ക്കാനാണ് പറയണത്. ഇതായിരിക്കും മാറ്റ്. നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഈ മാറ്റി കിടടാ. മാറ്റില്ല. അയ്യോ ഇരുന്നടാ, പാവോടാ. ഈ പാവത്തിനെയാണ് നീ പ്രേതമുണ്ട് ബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചത്. ഇത് പാവോടാ. നീ കഴിക്കാൻ വേണോ? നിനക്ക് കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല മോനെ. നിനക്ക് മീനിന്റെ മുള്ളല്ലേ? നോക്കട്ടെ. ബെസ്റ്റ് ഒന്നുമില്ല. നീ പെട്ടെന്നൊക്കെ കയറി വന്ന നമ്മൾ എവിടെ നിന്ന് എടുത്തു വയ്ക്കാനാണ്? നീ പറ. ഇത് പൂട്ടിയിരിക്കും. ആരാ പൂട്ടിക്കൊണ്ടുപോയ? ഇതൊക്കെ പൂട്ടിക്കാരാ? ടേക്ക് എ ബൗൾ ഫ്രം ക്യാബിനറ്റ്. ഓക്കെ, ഇതാണ് അവന്റെ ഫുഡ്. നിനക്ക് ഫുഡ് വേണോ? തരൂല. കഴിച്ചോ. കഴിച്ചിട്ട് വിട്ടാതിരുന്നാണ്. ഒരുമാതിരി മഞ്ഞയുടെ സ്വഭാവം കാണിക്കുന്നു. ഇവനിനി നമ്മള് ബെഡിൽ കൊണ്ട് കിടത്തണോ? ഇവ ചത്താ? അറിയാൻ പറ്റില്ല. പറ്റും. ഓക്കെ, ഇവനെ കൊണ്ട് നമുക്ക് ബെഡിൽ കിടത്താം. പാവം ചെറുക്കായി ഉറങ്ങട്ട്. നമുക്ക് ഉറക്കം കിട്ടല്ല. അവനെങ്കിലും നിലനിർത്തി കിടന്ന് ഉറങ്ങട്ടെ. ബെഡ്. ഇതല്ലേ ബെഡ്? വേറെ വല്ലതും ഉണ്ടാന്ന് നോക്കട്ടെ. ബെഡ് മേളില് റൂമുണ്ടാ? ഇത്രയും വലിയ റൂമാണ്, വീടാണ്. നീ കയ്യിരുന്ന് ഉറങ്ങടാ, അതാണ് നല്ലത്. എന്റെ ബെഡ് കാണാനില്ല. അതുമല്ല, പിന്നെ ഏതാണ് ഇതിന്റെ മുറി? അതുമല്ല, ഇതാണ്. അത് തന്നെ. ഇതാണ് ബെഡ്. ഇത്രയും വലിയ ബെഡാ നിനക്ക്? ഇത് എന്റെ ബെഡായിരിക്കും. നിനക്ക് ഈ ബെഡല്ല. സോറി മാൻ. ഓക്കെ, അപ്പം ഇതിപ്പോ ബെഡിലാണെന്നാണ് ഇവൻ പറയുന്നത്. നമ്മളെ ബെഡിൽ പോയി കിടക്കാനാണ്. അപ്പൊ നമ്മളെ ബെഡാണ് മേളിലുള്ളത്. അതെവിടെയായിരുന്നു? അപ്പം പൂച്ചയെ കടത്തി ഉറക്കി. ഇനി നമുക്ക് ഉറങ്ങാം. അപ്പൊ നമ്മള് സുഖനിദ്രയിലായിട്ടുണ്ട്. ഇനി എന്തൊക്കെ വരണമെന്ന് തമ്പുരാനറിയാം. കാരണം ആ പൂച്ച മഞ്ഞയാണ്. വാട്ട് എ ക്യൂട്ട് ക്യാറ്റ്. ഫണ്ണിയൊക്കെ ഇപ്പൊ തീരും. ചാപ്റ്റർ 2 മ്യൂസിക് ഇൻ ദ ഡാർക്ക്. അപ്പം നമ്മളെ എണീറ്റ് നമ്മൾ കിടന്ന റൂം ഇതല്ലല്ല. വാട്ട് ദ ഫക്ക്. കിടന്ന മുറി വേറെ ഇല്ലേ? ഇത് റൂം തീരുന്നു. ഇതേത് റൂമ്? ഡേ. നോ, പൂച്ച നോക്കുന്നുണ്ട്. ഇത് എന്നെ ആയിരിക്കില്ലല്ലേ? ഞാൻ നിന്നെ വല്ല ചെയ്താടാ പൂച്ചാണ്ടി മോറ?
നമുക്ക് രണ്ടും കളിപ്പിച്ച് ഫ്രണ്ടിലോട്ട് ഓടാം. ചത്താ ഇത് ഒരെണ്ണം അല്ലായിരുന്നല്ലേ, ഒരെണ്ണം അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. എന്റെ ചിരി എനിക്ക് പിടിക്കുന്നില്ല. എല്ലാം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേതോടെ ഒരു വലിയ പൂച്ചാണ്ടി പോറ. അയ്യോ, അവൻ താ കിടന്ന് ഉറങ്ങയില്ലേ പൂച്ചേ. ഓ ഞാൻ ഉണർത്തിയാടേ. അവന്മാരൊക്കെ പോയാ വാതിലടച്ച് എന്തോ നടക്കണുണ്ട്. DJ പാർട്ടിയാ. പൂച്ചനെ കണ്ണൊക്കെ എനിക്ക് വലിയ അണ്ണാ കിണ്ണം സ്റ്റൈൽ. ഇതൊക്കെ ഹൊറർ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ DJ പാർട്ടിയായി. ഇത് കൊള്ളാനാ. എന്താ പൂച്ച, എന്താ പൂച്ച തന്നെയാട ഇത്. ഞാൻ ഓടണോ? പക്ഷെ വാതില് തുറക്കാൻ പറ്റണല്ല. ഇവന്റെ അടുത്ത് പോണോ? അവ സ്വപ്നം കണ്ടെന്നാണ് പറയണത്. അവന് സ്വപ്നം കാണാൻ വേറെ ഒന്നും കിട്ടിയില്ല, ഇതൊക്കെ കിട്ടിയുള്ളൂ. ഓ, എന്നിട്ട് ഇപ്പോഴാണ് എണീക്കണം. അത് വല്ലാത്ത സ്വപ്നമായി പോയല്ലോ മൈ ഡിയർ തമ്പ്ര. നമുക്ക് പൂച്ചാണ്ടിയുടെ അടുത്ത് പോയി നോക്കാം. പൂച്ചാണ്ടി, ഓ പൂച്ചാണ്ടി. ഞാൻ കണ്ട്, അഭിനയിക്കണ്ട, ഞാൻ കണ്ട് നീ തട്ടി ഇടണത്. ട്രാഷ് പിന്നെ ഇടാനാണ് പറയണേ. ഏതാണ് ട്രാഷ്? അടുക്കളയിലാണോ ട്രാഷ്? ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഇല്ലല്ലേ. ഈ ഗെയിം ഡെവലപ്പിംഗ് ആവണേ ഉള്ളൂ എന്ന് തോന്നാം. ഇവിടെയൊക്കെ ഓ ട്രാഷ് ബിൻ ഇതിനകത്തുണ്ട് ചെയ്യണ. ഈ ട്രാഷ് അവിടെ, ഈ പെട്ടിയാണോ ട്രാഷ്? അതാ പൂച്ചയാണോ? പെട്ടിയായിരിക്കും ട്രാഷ്. ഓ തന്നെ, ആ ചെറിയ പെട്ടി അതിനകത്ത് കൊണ്ടാണ്. നീ ട്രാഷാണ്. ബാ ഇതിന്റെ അതിനകത്തിടാ. ഓ ക്യാറ്റ് ഈസ് ഡിഫീറ്റഡ്. വെൽ ഡൺ. തീരില്ലേ? വീണ്ടും വന്ന അത് കൊള്ളാല്ലേ. നീ ഒന്നും കൂടെ അതിനകത്ത് പോയാണ്. Cat is defeated. ഇപ്പൊ കാണിക്കണല്ലോ. ആ ഇവിടെ കിടന്ന് വിളക്കിലെടുക്കല്ലേ ലാസ്റ്റ് ട്രാഷ്. അയ്യോ അയ്യോ, നീ ഏടാ ആടാ. ഫീഡ് ദ കാറ്റ്. ഇവൻ എപ്പോഴും തീറ്റ ഉറക്കം അതേ ഉള്ളു, വേറെ ഒന്നുമില്ല. ഈസ് ദ കാറ്റ് മിസ്സിങ്. ഓ തുടങ്ങി എന്റെ സൂക്കേട് തുടങ്ങി. പൂച്ചേ ഇവിടെ എന്തിനാണ് കാണിക്കണേ? ഇതിനകത്ത് കയറിയിരിക്കണേ. ഒരു താക്കോല് ഏത് റൂമിന്റെ താക്കോലും ഉണ്ടോ? മെയിൻ ഡോറിന്റെ ആണ്. ഈ വീട്ടിൽ പോയാലേ വീട്ടിൽ പോകൂ. ഇല്ല, തുറക്കാനേ പറ്റുള്ളൂ. ചുമ്മാ തുറന്ന് നമുക്ക് ഇവിടത്തെയാണ് കിട്ടിയത്. എന്തൊരു വീട് തന്നെയാണ്. ഇനി കക്കൂസിനകത്തെല്ലാം കയറിയിരിക്കണ. ഓ ഞാൻ പറഞ്ഞില്ലേ, നമ്മളാ പൂച്ചാണ്ടിമാനല്ലേ, അങ്ങനെ വരുവുള്ളൂ. അത് ഒന്നെങ്കി ബാത്റൂമിൽ കാണും. നീ ഇവിടെ കട ഒരിടം പോവല്ലേ. നിനക്ക് ഫുഡ് വേണമെങ്കിൽ മതി.
എന്താടേ ആ അടുത്ത് പോയി നീ തിന്നി എടാ കള്ള കടയാടി മോനെ. നിന്നെ അറിയോളാം പന്നി. ഞാൻ ഈ ഫാനിൽ പോയി കിടപ്പോ. ഫാൻ എത്തിയില്ലേ? പോയി അങ്ങനെ അറിയാൻ പറ്റൂലോ. ട്രൈ യൂസിങ് ഡിഫറന്റ് ഫുഡ് എന്നാണ് ഓർത്തിരിക്കുന്നത്. ഓ ഇവിടെ വേറെ ഉണ്ട്. ആ നിനക്ക് ന്യൂട്രീഷ്യൻസ് ഫുഡ്. ഇത് തട്ടിക്കളഞ്ഞാൽ തരൂല. കൈ വെച്ച് ഇടിക്കണടാ നീ. നാക്ക് വെച്ച് തിന്നടാ പന്നി. നീ നാക്ക് വെച്ചാണ് തിന്നേ. ഇത് നടന്നു പോണാ. ഏറിന്നൊക്കെ പന്ത് വീട് പ്ലേ ബാള് വിത്ത് ദ കേറ്റ്. സൗകര്യമില്ല. ഞാനവന്റെ പറഞ്ഞല്ലേ കളിക്കാം. എന്നാ തട്ടി കളിക്കല്ലേ. ആ ഫുട്ബോൾ കളിക്കണം നീ. എടാ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ തീരാറായടാ. തീരാറായില്ല, തുടങ്ങിയുള്ളൂ. എന്നാലും അതിനെ അടിച്ച് അത്തായി. നീ അതെങ്ങനെ എടുക്കും? നീ മാറി, ഞാൻ എടുത്തുതരാം. ചേട്ടൻ എടുത്തുതരാം. ചേട്ടൻ കൊള്ള തെണ്ടി. നീ അടച്ചു ഇതിനകത്ത് അടിച്ചെറിഞ്ഞതിന് മുന്നിൽ നിന്ന് അടച്ചോട്ട്. ഇനി നീ അടിച്ചോളാം ഇതിനകത്ത്. എവിടെ വായി ബോൾ എവിടെടാ പന്നി? ബോൾ എവിടെ? ഈ ബോള് തരാതെ പോവൂല. അത് ഓടാം. നീ എവിടെ ഓർന്നു? നിനക്ക് ബോള് വേണ്ടേ? അത് ഓർമ്മ ഓട്ടം നോക്കും. കണ്ടാ കൊഞ്ചിക്കാൻ തോന്നും. എന്നാ കയ്യിലിരിപ്പാ. കയ്യിലിരിപ്പ് അസുരന്റെ. ഈ വീട് തന്നെ. അതോ ഓഗീര വീടാ? പിന്നെ ഒരു അന്ത്യല്ലേ? നമുക്ക് ഇവനെ ഓഗീന്ന് വിളിച്ചാലാ? ആണോ ഓഗിയ പോലെ ഇല്ലെങ്കിലും കയ്യിലിരിപ്പ് ഓഗീര്. ഇടിലാണല്ലോ ഫുട്ബോൾ കളിക്ക്. എന്റെ മോന്തയ്ക്ക് അടിച്ച് പന്നി. മോനെ ഒരു പൂച്ചയുടെ ശല്യമേ സഹിക്കാൻ വയ്യ. അപ്പോഴാണ് ഇനി ഒരു എലിയും കൂടെ. ക്യാറ്റ് ആൻഡ് മൗസ്. അതിനി എവിടെയാണ്? എന്താടേ അത് പൂട്ടിയിരിക്കുന്നു. ഫൈൻഡ് ദ കീ. ഇതിനകത്തുണ്ടാ? കാണും. പൂച്ചയാണെന്നോ ആരോ വന്ന് കഥയ്ക്ക് മുട്ടി. അണ്ടർഗ്രൗണ്ടാ. ഇത്ര നേരം ഇത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാനുള്ളേ. എന്നെ കൊണ്ടുപോയേട്ടാ. എന്നെ കൊണ്ടുപോയി. ഞാൻ കണ്ട്. ഇങ്ങ പോരെ. എന്താ ആ ടോർച്ച് എങ്ങനെ വേണോ? ടോർച്ച് ഓഫ് ചെയ്തടാ പന്നി. എനിക്ക് ടോർച്ചിൽ കൺട്രോൾ ഇല്ലെന്ന്. നിങ്ങൾക്ക് കാണാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ ഇങ്ങോട്ട് നോ എൻട്രി ആണ്. ഇവിടെ ചേസിനുള്ള സാധ്യതകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. ചേസ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. എനിക്ക് ഒരിക്കലും ഇവിടെ ഈ റൂമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ എത്ര ചെയ്യും? ഞാൻ കാണാത്തല്ലോ റൂം ഉണ്ടായിരുന്ന. നേരെ പോയി റൂമേ ഉള്ളൂ. ഈ റൂമിന്റെ വലത്തോട്ട് പോയാലേ ഒന്നുമില്ല. ഇടത്തോട്ട് തന്നെ പോണം. ഒരു നൂത്ത് പോകാൻ പറ്റുമായിരുന്നില്ലേ? സോറി ഗൈസ്, എനിക്കൊട്ടും വയ്യ. എന്നിട്ട് ഞാൻ വീട് കിട്ടണമല്ലോ എന്ന് ആലോചിച്ച് വീട് കിട്ടണതാ. ഞാൻ പറഞ്ഞില്ലേ ചേസ് കാണുമെന്ന്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ചേസ്. ഏത് സ്ഥലം അടങ്ങി. അവര് തോന്നുമ്പോ അവൻ ലൈറ്റ് അടിക്കും, തോന്നുമ്പോ
ഓടണം. ഓട് ഓട് ഓട്. ഒളിച്ചൊളിച്ചൊളിച്ചൊളിച്ച്. ഓ കൊണ്ടുപോകും കേട്ടാ. കണ്ട് 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 ചുക്കാമണി കണ്ട് നിന്റെ. അവിടെ അവിടെ നിൽക്കൊണ്ട്. പുറത്തിറങ്ങിയാ കൊണ്ടുപോകും കേട്ടാ. അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് പോയണ്ടേ, പക്ഷെ അവ അങ്ങോട്ടാണ് പോയത്. കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ചേസ് ഒട്ടും ഇഷ്ടമില്ല.